ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 22/2018 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് പ്രോസസ് സെർവർ ജുഡീഷ്യലിൽ നടന്ന 2018 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ശ്രദ്ധിച്ചു വയ്ക്കുക, 22/2018. ഇത് ഏകദേശം നമ്മുടെ പ്രിലിംസ് സിലബസുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഏകദേശം എല്ലാം ആ സിലബസുമായി ഏറ്റവും അടുത്ത് എന്ന് പറഞ്ഞാൽ അതേ സിലബസ് അനുസരിച്ച് തന്നെ നടന്നൊരു എക്സാം ആണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ള കാരണവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ഏതാണെന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം. ആൻസർ ഓപ്ഷൻ എ ചിറാപുഞ്ചിയാണ്. ചിറാപുഞ്ചിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ കുട്ടനാടാണ്. ഓപ്ഷൻ എ കുട്ടനാടാണ് കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയെന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ചെന്നൈ ആണ്. ചെന്നൈയാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം. നിങ്ങൾ ഇന്ത്യ പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ റെയിൽവേ. നമുക്ക് ഗതാഗതം എന്ന ഭാഗത്ത് പഠിക്കാനുള്ള ഒരു സബ്ജക്ട് കൂടിയാണ് റെയിൽവേ. അപ്പോൾ ഇതിന്റെ നിങ്ങൾ എങ്ങനെ പഠിക്കാൻ പറ്റുന്നു, ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കാവുന്ന ഏത് മെമ്മറി ട്രിക്സ് ഉപയോഗിച്ചിട്ടും റെയിൽവേയുടെ ആസ്ഥാനം പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അതിൽ പഠിക്കേണ്ടതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള റെയിൽവേ സർവീസ്, അതേപോലെ ഫസ്റ്റത്തെ കോർപ്പറേറ്റ് ട്രെയിൻ ഏതാണ്, അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും പഠിച്ചു വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനി നാലാമത്തെ ചോദ്യം, ന്യൂമാസ്റ്റിക്സ് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്. ആൻസർ ഓപ്ഷൻ സി നാണയമാണ്. നാണയത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ഇനി അഞ്ചാമത്തെ, ഈ ചോദ്യം ഇപ്പോ ആവശ്യമില്ല, നിങ്ങൾ ഇതിന്റെ 2019 പഠിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഇപ്പോ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഇതിന്റെ കറന്റ് ഏതാണോ അത് പഠിച്ചിരിക്കുക. ഇനി ആറാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മൺസൂൺ ആരംഭം ഏത് മാസത്തിലാണ്. ആൻസർ ഓപ്ഷൻ ബി ജൂൺ മാസമാണ്. ജൂൺ മാസത്തിലാണ് ഇന്ത്യയിൽ മൺസൂണിന്റെ ആരംഭം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇന്ത്യയിൽ മൺസൂണിന്റെ ആരംഭം എങ്ങനെയാണ്, ഏത് മാസത്തിലാണ് കൂടുതൽ മഴ ലഭിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക്, അതായത് 10ത്തെ അല്ലെങ്കിൽ 7ഓ 5ഓ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ അതുകൂടി ഉൾപ്പെടുത്തി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെയുള്ള ആൻസർ എന്ന് പറയുന്നത് ജൂൺ ആണ്. ഇന്ത്യയിൽ മൺസൂണിന്റെ ആരംഭം ഏത് മാസത്തിലാണെന്ന് ചോദിച്ചാൽ ജൂൺ മാസത്തിലാണ്. ഏഴാമത്തെ ചോദ്യം, പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിപ്പിച്ച ദിവാൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധിച്ച് കേൾക്കണം, പുറപ്പെടുവിപ്പിച്ച ദിവാൻ ആരാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിപ്പിച്ച ദിവാൻ എന്ന് പറയുന്നത്. എട്ടാമത്തെ, ഇന്ത്യയിൽ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ അരുണാചൽ പ്രദേശാണ്. ഇതൊക്കെ ഒരു ബേസിക് അറിവ് മാത്രമാണ്. ഇനി ഒമ്പതാമത്തെ, കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ എ ഇരവികുളമാണ്. ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇനി പത്താമത്തെ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്. ആൻസർ ഓപ്ഷൻ എ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നായകനായി റെക്കോർഡിട്ട ഇന്ത്യൻ സിനിമാ നടൻ ആരാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി പ്രേം നസീർ ആണ്. പ്രേം നസീർ ആണ് ഏറ്റവും കൂടുതൽ നായകനായി റെക്കോർഡിട്ട ഇന്ത്യൻ സിനിമാ നടൻ എന്ന് പറയുന്നത്. ഇനി 12ാമത്തെ, പരിസ്ഥിതി ദിനം എന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ജൂൺ 5 ആണ് പരിസ്ഥിതി ദിനം. ജൂൺ 5 ആണ് പരിസ്ഥിതി ദിനം. ശ്രദ്ധിച്ച് പഠിക്കുക, ജൂലൈ 5 ഉണ്ട്, ജൂൺ 5 പരിസ്ഥിതി ദിനം എന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇനി 13ാമത്തെ, സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നതാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. ഇനി 14ാമത്തെ, ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീരാണ്. കാശ്മീരാണ്
ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത്. ഇനി 15ാമത്തെ ചോദ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി JB കൃപലാനി. JB കൃപലാനി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് JB കൃപലാനി. ഇനി 16ാമത്തെ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി VP മേനോനാണ്. VP മേനോനാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി എന്ന് പറയുന്നത്. ഇനി 17ാമത്തെ. ഇപ്പോഴത്തെ കേരള ധനമന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കേരള ധനമന്ത്രിയാണ് തോമസ് ഐസക്. അത് 18-ലും അതെ, 19-ലും അതെ, 20-ലും അതെ. അതുകൊണ്ട് പിന്നെ ആ ക്വസ്റ്റ്യൻ മാറ്റേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അതെടുത്തത്. ഇനി 18ാമത്തെ ചോദ്യം നവോത്ഥാനത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ഏതൊരു PSC പഠിക്കുന്ന കുട്ടി അറിഞ്ഞിരിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. 19ാമത്തെ ചോദ്യം. പിണറായി വിജയൻ കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. 12ാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ കേരളത്തിന്റെ 12ാമത്തെ മുഖ്യമന്ത്രിയാണ്. ഇനി 20ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഉണ്ടാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി പിംഗലി വെങ്കയ്യാണ്. പിംഗലി വെങ്കയ്യാണ് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഉണ്ടാക്കിയ വ്യക്തി എന്ന് പറയുന്നത്. 21. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷമാണ്. ആൻസർ ഓപ്ഷൻ എ 1942. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. 22. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ കൊച്ചി. 23. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. ശ്രദ്ധിച്ചു കേൾക്കണം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി തൃശൂരാണ്. തൃശൂരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത്. ഇനി 24. കേരളത്തിൽ പ്രസിദ്ധ സുഖവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. ഇനി 25. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം. ആൻസർ ഓപ്ഷൻ ബി 1956. 1956 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. 26. വന്ദേ മാതരം രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. ഇനി 27. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയായിരിക്കും കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി 28ാമത്തെ ചോദ്യം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത്. ഇനി 29. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. എല്ലാവരും സ്ഥിരമായി തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈ ആണ്. PSC പല തവണ ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ തെറ്റിക്കരുത്. ഡൽഹി അല്ല, മുംബൈ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. നമ്മളെല്ലാതിന്റെ ആസ്ഥാനം ചോദിക്കുമ്പോൾ ആദ്യം പോയി അമർത്തണമാണ് ഡൽഹി. ഇനി 30ാമത്തെ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആര്യഭട്ട. ആര്യഭട്ടയാണ് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത്. 31. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡാണ് അവസാനമായി രൂപം കൊണ്ട ജില്ല എന്ന് പറയുന്നത്. 32. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ആൻസർ ഓപ്ഷൻ ഡി അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇനി 33. മണിപ്പൂരിൽ അഫ്സപ്പ എന്ന പട്ടാളത്തിന്റെ പ്രത്യേക അധികാര നിയമത്തിനെതിരെ നിരാഹാര സമരം നടത്തിയ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഇറോം ശർമിളയാണ്. ഇറോം ഷാനു ശർമിളയാണ് മണിപ്പൂരിൽ അഫ്സപ്പ എന്ന പട്ടാളത്തിന്റെ പ്രത്യേക അധികാര നിയമത്തിനെതിരെ നിരാഹാരം നടത്തിയ വനിത എന്ന് പറയുന്നത്. 34. ചിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി സുന്ദർലാൽ ബഹുഗുണയാണ് ചിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഇനി 35. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ ആനമുടിയാണ്. 36. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഇനി 37. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി എഴുത്തച്ഛൻ. നിങ്ങളിത് മലയാളത്തിൽ നിന്നുള്ളതാണെന്ന് കരുതും, പക്ഷെ ഇത് മലയാളവുമായി ബന്ധപ്പെട്ടതല്ല, GK ആയി ബന്ധപ്പെട്ടതാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ എഴുത്തച്ഛനാണ്. ഇനി 38. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. 39. താഴെ കൊടുത്തിട്ടുള്ളവയിൽ റെയിൽവേ പാളം ഇല്ലാത്ത ജില്ല ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ഇടുക്കിയാണ് റെയിൽവേ പാളമില്ലാത്ത ജില്ല എന്ന് പറയുന്നത്. 40. കേരളത്തിൽ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത്. 41. പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന സിസ്റ്റർ അൽഫോൺസാമ, ഓപ്ഷൻ ബി മദർ തെരേസ, ഓപ്ഷൻ സി സിസ്റ്റർ നിവേദിത, ഓപ്ഷൻ ഡി സിസ്റ്റർ നിർമ്മല. ഇത് നമുക്ക് 4 ഒരുപോലെ തോന്നുന്ന ഒരു ചോദ്യമായതുകൊണ്ടാണ് ഞാൻ വായിക്കാൻ കാരണം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മദർ തെരേസയാണ്. പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മദർ തെരേസ. ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം അത്. ഇനി 42. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ച പ്രദേശം ഏത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി മലബാറാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ച പ്രദേശമാണ് മലബാർ. ഇനി 43. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീ ശങ്കരാചാര്യരാണ് പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഇനി 44. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം എവിടെ വെച്ചായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ചമ്പാരനിൽ വെച്ചായിരുന്നു. 45. ഇന്ത്യയിലുള്ള ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 19 19 ദേശസാൽകൃത ബാങ്കുകളാണ് ഉള്ളത്. 46. പ്രസിദ്ധമായ ജാലിയൻവാലാബാഗ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി പഞ്ചാബിലാണ് പ്രസിദ്ധമായ ജാലിയൻവാലാബാഗ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 47. ഇന്ത്യയുടെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നെല്ലാണ് ഇന്ത്യയുടെ മുഖ്യ ഭക്ഷ്യവിള എന്ന് പറയുന്നത്. ഗോതമ്പല്ല, ശ്രദ്ധിക്കുക, നെല്ലാണ്. 48. റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ വിക്ഷേപിച്ച മിസൈൽ ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ബ്രഹ്മോസാണ് ഇന്ത്യയും റഷ്യയും പാടെ ഒരുമിച്ച് വിക്ഷേപിച്ച മിസൈൽ എന്ന് പറയുന്നത്. 49. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം? ആൻസർ ഓപ്ഷൻ ഡി 52 സെക്കൻഡ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. പ്രിലിമിനറി സിലബസുമായി ഏറ്റവും അടുത്തുള്ള ഒരു ചോദ്യമാണ്. ദേശീയ ഗാനം, ദേശീയ ഗീതം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. 50. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി യങ് ഇന്ത്യ എന്നുള്ളതാണ്. യങ് ഇന്ത്യയാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച പത്രം എന്ന് പറയുന്നത്. ഇനി 51. ചോദ്യം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്നറിയപ്പെടുന്നത്. 52. ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യന്മാർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് പറയുന്നത്. 53. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. 54. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? അതായത് ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തിയത്. 55. നീല വിപ്ലവം താഴെ തന്നിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ആൻസർ ഓപ്ഷൻ സി മത്സ്യം. കടലിലെ നീല കളറാണെന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ മത്സ്യം നീല വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 56. കേരളത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ഇടുക്കിയാണ് വനവിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത്. 57.
പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ആരുടേതാണ് ഈ വാക്കുകൾ? ആൻസർ ഓപ്ഷൻ ബി ഗാന്ധിജി. 58. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ബാക്കി എല്ലാ കേരളത്തിൽ അധികം നിയന്ത്രിക്കുന്നത് ഗവർണറായിരിക്കും നിയമിക്കുന്നത്. ഇനി 59. അധ്യാപക ദിനമായി ആചരിക്കുന്ന ആരുടെ ജന്മദിനമാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. 60. പയോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി പി ടി ഉഷയാണ് പയോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം. 61. കൊഴുപ്പിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ഫാറ്റി ആസിഡ് ആണ്. ഫാറ്റി ആസിഡ് ആണ് കൊഴുപ്പിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് ആണ്. ഇനി 62. കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരത്താണ്. കേന്ദ്ര തോട്ടവിളയല്ല ചോദിച്ചിട്ടുള്ള കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രമാണ് ചോദിച്ചിട്ടുള്ളത്. അത് തിരുവനന്തപുരത്താണ്. സാധാരണ തിരുവനന്തപുരം കാസർഗോഡാണ് തരാറ്. ഇതിൽ തിരുവനന്തപുരം തന്നിട്ടുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി 63-ാമത്തെ ചോദ്യം. ശാസ്ത്രീയമായി മുയൽ കൃഷി ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി കൂണിക്കൾച്ചറാണ്. കൂണിക്കൾച്ചറാണ് മുയൽ കൃഷി ചെയ്യുന്നതിന് ശാസ്ത്രീയമായി അറിയപ്പെടുന്നത്. ഇനി 64. ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഗീർ വനത്തിലാണ് സിംഹങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. ഇനി 65. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കടുപ്പമുള്ള ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പല്ലിന്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കടുപ്പമുള്ള ഭാഗം. 66. പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ H1N1 ആണ്. ഇനി 67. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുന്ന ആവശ്യമായ ഘടകം ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി അയഡിൻ. അയോഡിനാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഘടകം. ഇനി 68-ാമത്തെ ചോദ്യം. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി വിറ്റാമിൻ കെ ആണ്. വൈറ്റമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്. 69. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നതാണ്. ആൻസർ ഓപ്ഷൻ എ കരൾ. ശരീരത്തിലെ പരീക്ഷണശാലയാണ് കരൾ. ഇനി 70. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം. ആൻസർ ഓപ്ഷൻ എ റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ഡാറ്റ ബുക്കാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത്. ഇനി 71. താഴെ തന്നിരിക്കുന്നവയിൽ ഏതിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ഇരുമ്പാണ്. ഇരുമ്പിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. 72. ഉത്കൃഷ്ടവാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നിയോൺ ആണ്. നിയോൺ ആണ് ഉത്കൃഷ്ടവാതകം എന്ന് പറയുന്നത്. ഇനി 73-ാമത്തെ ചോദ്യം. അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് സമുദ്രോപരിതലത്തിലെ ദൃശ്യങ്ങൾ കാണുവാൻ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണമാണ്? ആൻസർ ഓപ്ഷൻ എ പെരിസ്കോപ്പാണ്. പെരിസ്കോപ്പാണ് ഇതിന് സഹായിക്കുന്നത്. ഇനി 74. നമുക്ക് പ്രിലിമിനറി സിലബസിലുള്ള സൗരയൂഥത്തിലെ ചോദ്യമാണ്. സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ? ആൻസർ ഓപ്ഷൻ ഡി ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്തു വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി 75. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന്റെ ഊർജം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്ഥിതികോർജമാണ്. ഇനി 76. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ്? ആൻസർ ഓപ്ഷൻ ബി പിണ്ഡം. ഇനി 77. ഏത് ലോഹത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്? നമ്മൾ പലതവണ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി കണ്ട ഒരു ചോദ്യം കൂടിയാണിത്. അതുകൊണ്ട് അതിന്റെ ആൻസർ ഓപ്ഷൻ എ അലുമിനിയം ആണ്. ഹേമറ്റൈറ്റിന്റെ ഏതാണെന്ന് നമുക്കറിയാലോ, ഇരുമ്പാണ്. ബോക്സൈറ്റ് അലുമിനിയം. 78. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അസറ്റിക് ആസിഡ് ആണ്. 79.
ഐസ് ഉരുകുന്ന താപനില ഏത്? ആൻസർ ഓപ്ഷൻ ബി 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴാണ് ഐസ് ഉരുകുന്ന താപനിലയാവുന്നത്. ഇനി അവസാന ചോദ്യം 80ാമത്തെ. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ഡി ഷീലയാണ് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത്. ഇത് ബയോളജി ഒഴിച്ച് ബാക്കി എല്ലാം നമ്മളുടെ സിലബസ് അനുസരിച്ച് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. കറക്റ്റ് ആയിട്ട് ഒരു മാതൃക എന്ന് നമുക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ. 022/2018 ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം ഇതേ മോഡൽ തന്നെ ആയിരിക്കും നമ്മുടെ പ്രിലിംസും ചോദിക്കുക. കുറച്ച് മാറ്റങ്ങൾ വരുമെന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഏകദേശം ഇതിൽ കുറച്ച് സയൻസ് കൂടും, അല്ലെങ്കിൽ സൗരയൂഥത്തിൽ നിന്ന് 2-3 ചോദ്യം കൂടിയും കൂടും, കറന്റ് കൂടാം. അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളല്ലാതെ മറ്റൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം 60 മാർക്കിന് GK അല്ലെങ്കിൽ കറന്റ് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് തന്നെ ചോദിക്കും. കേരളം, ഇന്ത്യ അങ്ങനെയുള്ളതിൽ നിന്ന്. ഇന്ത്യയിൽ നിങ്ങൾ പഠിക്കേണ്ടത് സംസ്ഥാനങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട അവിടെ സ്ഥിതി ചെയ്യുന്ന ഡാമുകൾ, വന്യജീവി സങ്കേതങ്ങൾ, അണക്കെട്ടുകൾ, നദികൾ, പിന്നെ നദികളുടെ പോഷക നദികൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. പിന്നെ കറന്റ് ആയിട്ട് പഠിക്കുമ്പോൾ ഇന്ത്യയിൽ പുതുതായി വന്നിട്ടുള്ള നിയമങ്ങൾ, അതുപോലെ അതിനെതിരെ നടന്ന സമരങ്ങൾ, അതിന് നേതൃത്വം നൽകിയത് ആരൊക്കെ, നമ്മുടെ പൗരത്വ ഭേദഗതി, അതേപോലെ ജമ്മു കാശ്മീർ വിഭജിച്ചത്, അതുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ, കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യങ്ങളാണ് അവ. അപ്പൊ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ക്ലാസ് പിന്നീട് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.